നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉല്ലാസപൂർവ്വമായി ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വേവ് പൂൾ ഒക്ടോബറിൽ. KTMCC വാർഷിക കൺവെൻഷൻ ഒക്ടോബർ 2 മുതൽ. കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങളുമായി സൗദി. സൈക്കിളിൽ വാഹനമിടിച്ച ഫുജൈറയിൽ 12 വയസ്സുകാരൻ മരിച്ചു. വടംവലി മത്സരം സംഘടിപ്പിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ്. ICF മീലാദ് മഹാസമ്മേളനം ഈ മാസം 20-ന്. ഉല്ലാസപൂർവ്വമായി ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വേവ് പൂൾ ഒക്ടോബറിൽ. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വേവ് പൂൾ ഒക്ടോബറിൽ അബുദാബി ഹുദൈറിയാത്തിൽ തുറക്കും. കൃത്രിമ തിരമാല സൃഷ്ടിച്ച് ഒരുക്കിയ പൂളിൽ തുടക്കക്കാർ മുതൽ പരിചയസമ്പന്നരായ സർഫർമാർക്ക് വരെ യഥേഷ്ടം ഉല്ലസിക്കാം. പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വാരാന്ത്യങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 11 വരെയും. മൊഡോൺ, കെല്ലിസ്ലേറ്റർ, വേവ് കമ്പനി എന്നിവയുടെ സംയുക്ത സംരംഭമാണ് സർഫ് അബുദാബി. തുടക്കക്കാർ മുതൽ പരിചയസമ്പന്നരായ സർഫർമാർക്ക് വരെ ഉല്ലസിക്കാവുന്ന വിധമാണ് രൂപകൽപ്പന. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. KTMCC വാർഷിക കൺവെൻഷൻ ഒക്ടോബർ 2 മുതൽ. കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ വാർഷിക കൺവെൻഷൻ അടുത്ത മാസം 2, 3, 4 തീയതികളിൽ വൈകിട്ട് 7 മുതൽ 9 വരെ നാഷണൽ ഇവാഞ്ചലിക്കൽ പള്ളിയിലും പാരിഷ് ഹാളിലും വെച്ച് നടത്തും. സാമല്ലപ്പള്ളി വചന പ്രഘോഷണം നടത്തും. ക്രിസ്ത്യൻ സംഗീത ഗായകൻ ഡോക്ടർ ബ്ലെസൻ മേമന ഗാനങ്ങൾ ആലപിക്കുന്നു. KTMCC ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ സ്ഥാപിതമായിട്ട് 72 വർഷങ്ങൾ പിന്നിടുകയാണ്. മാർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ, ബ്രദറൻ, പെന്തക്കോസ് എന്നീ സഭാ വിഭാഗങ്ങളിൽ നിന്നായി 28-ൽ പരം സഭകളെ KTMCC പ്രതിനിധാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങളുമായി സൗദി. പ്രാദേശിക വിപണികളിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനും കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സൗദി അറേബ്യ റോസ് കൃഷിയുടെയും ഉൽപാദനത്തിന്റെയും പ്രാദേശികവൽക്കരണം പ്രഖ്യാപിച്ചു. സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾക്കനുസൃതമായി കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകിക്കൊണ്ട് ഗൾഫ്, മധ്യപൂർവ്വ രാജ്യങ്ങളിലേക്ക് സൗദി റോസാപ്പൂക്കൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള വിപണികൾ തുറക്കാനും ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. സൈക്കിളിൽ വാഹനമിടിച്ച ഫുജൈറയിൽ 12 വയസ്സുകാരൻ മരിച്ചു. സൈക്കിളിൽ വാഹനമിടിച്ച് ഫുജൈറയിൽ 12 വയസ്സുകാരൻ മരിച്ചു. ഇന്നലെ വൈകിട്ട് ഫുജൈറ അൽ ഫസീൽ ഏരിയയിലാണ് സംഭവം. ഗുരുതര പരിക്കേറ്റ സ്വദേശി ബാലനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അൽ ഫൈസലിൽ വെച്ച് കുട്ടിയെ വാഹനമിടിച്ച് തെറിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഡ്രൈവറെ അപകട സ്ഥലത്ത് തന്നെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ അന്വേഷണത്തിനായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഫുജൈറ. വടംവലി മത്സരം സംഘടിപ്പിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി അൽ റായി ലുലു സെന്ററിൽ സംഘടിപ്പിച്ച ഓണം വടംവലി മത്സരത്തിൽ ടീം ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് വിജയികൾ. ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽ റായിയിൽ നടന്ന പരിപാടിയിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 14 ടീമുകളാണ് മത്സരിച്ചത്. ഫൈനലിൽ ടീം ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് ചാമ്പ്യന്മാരായ അഹാ കുവൈറ്റ് ബ്രദേഴ്സിനെ നേരിട്ടു. മത്സരത്തിൽ 2-0 എന്ന സ്കോറിൽ ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റ് കിരീടം ഉറപ്പിച്ചു. ടീം ഫ്രണ്ട്സ് ഓഫ് കുവൈറ്റിന് ലുലു മാനേജ്മെന്റിന്റെ ഗ്രാൻഡ് പ്രൈസ് 400 KD സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. ICF മീലാദ് മഹാസമ്മേളനം ഈ മാസം 20-ന്. ICF രാജ്യാന്തര തലത്തിൽ നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി മീലാദ് മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു. 20-ന് മൻസൂരിയയിൽ വൈകുന്നേരം 3:30 മുതൽ 10 മണി വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.